വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് നോമ്പ് കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റിയ ആത്മീയ ഉണർവിന് ഉപകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ്. ഇത് നോമ്പ് കാലത്തിൽ കൂടുതൽ ചെയ്യുകയും ബാക്കിയുള്ള സമയങ്ങളിൽ തുടരുകയും ചെയ്യാവുന്ന പ്രവൃത്തിയാണ്, മറ്റെല്ലാ നോമ്പ് കാല പ്രവൃത്തികളെയും പോലെ. ദൈവവചനത്തിൻ്റെ പാരായണം. പ്രിയമുള്ളവരെ, ഈ അടുത്ത കാലത്ത് കത്തോലിക്കാ സഭയിൽ വളരെ ശക്തമായ സ്വാധീനം ചെലുത്തിയ ചില മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവവചന പാരായണത്തിന് പ്രേരിപ്പിക്കുന്ന ചില പ്രത്യേകമായിട്ടുള്ള പ്രഭാഷണങ്ങളും പ്രവൃത്തികളും. നമുക്കറിയാം, മരിയൻ ഉടമ്പടി എന്ന പേരിൽ നമ്മൾ ഷാലോമിലൂടെയൊക്കെ പരിചയപ്പെടുന്ന പ്രത്യേകമായ ഒരു പ്രാർത്ഥനാ രീതിയുടെ ഏറ്റവും കാതലായ ഒരു ഭാഗം എന്ന് പറയുന്നത് എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കുക, 3 മാസത്തോളം. പിന്നീട് തുടർന്ന് അത് പുതുക്കി അങ്ങനെ 1 വർഷത്തോളം എല്ലാ ദിവസവും അരമണിക്കൂറിൽ കുറയാതെ ബൈബിൾ വായിക്കുന്നൊരു ശീലമുണ്ടാക്കുക എന്ന് പറയുന്ന വിപ്ലവകരമായ ഒരു വലിയ ഒരു ക്രിസ്ത്യൻ ചലഞ്ച് നമ്മളുടെ വിശ്വാസികൾക്ക് ഈ ഒരു വലിയ സംരംഭത്തിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അനേകർ ചെയ്യുന്ന രീതിയിൽ കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ബഹുമാന്യനായ ഡാനിയൽ പൂവനത്തിൽ അച്ഛൻ്റെ പ്രസംഗത്തിലൂടെ അനേകം ചെറുപ്പക്കാർ, അനേകം ആളുകൾ ദിവസവും അരമണിക്കൂർ ബൈബിൾ ഉച്ചത്തിൽ വായിക്കുന്ന ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെ അനേകർ ചെയ്യുന്നത് ഞാൻ നേരിട്ട് കാണാൻ ഇടവന്നിട്ടുണ്ട്. ഇങ്ങനെ അനേകരിൽ വചന വായന എന്ന് പറയുന്ന ഒരു വലിയ വിപ്ലവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പോൾ ഇത് ആരെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെയ്തു നിർത്തിയിട്ട് കാലം കുറേ ആയെങ്കിൽ വീണ്ടും അത് തുടരുവാനും തുടങ്ങുവാനും ഒക്കെയുള്ളൊരു കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇത് ആരംഭിക്കുവാനും പിന്നീട് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനും ഒക്കെ സാധിക്കും. ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്തായ വൈദികൻ്റെ അടുക്കൽ ഞങ്ങൾ മറ്റു ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം എനിക്ക് പറഞ്ഞ ഒരു വളരെ രസകരമായൊരു സംഭവം വിവരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചെറുപ്പക്കാരനായ ഈ വൈദികൻ ഒരിടവകയിൽ കൊച്ചച്ഛനായിരിക്കുന്ന സമയത്ത് ആ നാട്ടിലെ അധികം വിദ്യാഭ്യാസമൊന്നുമില്ലാത്തൊരു സാധാരണക്കാരനായ ചേട്ടൻ അച്ഛൻ്റെ മുറിയിൽ കടന്നു വന്ന് സഭാവിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ചില വ്യക്തികൾ അദ്ദേഹത്തോട് ചോദിച്ച ചില ചോദ്യങ്ങൾ അച്ഛനോട് ചോദിക്കുകയാണ്. അച്ഛൻ ഓരോന്നിനും അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയും ബൈബിൾ എടുത്ത് ഉത്തരം കാണിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അച്ഛനോട് ഒരു ചോദ്യം ചോദിക്കാൻ തോന്നി. ഇതുപോലെ വിശ്വാസത്തെക്കുറിച്ച് അറിയാനും വളരാനും ഞാൻ എന്തു ചെയ്യണം? ഈ ഉത്സാഹമുള്ള ഈ മനുഷ്യൻ്റെ ചോദ്യം കേട്ടപ്പോൾ അച്ഛൻ അദ്ദേഹത്തോട് അച്ഛനറിയാവുന്ന ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുത്തു. അച്ഛൻ പറഞ്ഞു, ബൈബിൾ വായിക്കുകയാണ് ഇതിനുള്ള ഏറ്റവും നല്ല മാർഗം. വെറുതെ വായിക്കുകയല്ല, തുടക്കം മുതൽ അവസാനം വരെ ബൈബിൾ വായിക്കണം. അത് ആദ്യത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ പലതും മനസ്സിലായെന്ന് വരില്ല. രണ്ടാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ പലതിൻ്റെയും ഉത്തരം നമുക്ക് കിട്ടാൻ തുടങ്ങും. മൂന്നാമത്തെ പ്രാവശ്യമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് അച്ഛൻ പറഞ്ഞ മറുപടി. അദ്ദേഹം അത് ചെയ്യുമെന്ന് അച്ഛൻ കരുതിയില്ല. എന്നാൽ ഏതാനും വലിയ വ്യത്യാസമൊന്നുമില്ലാതെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അച്ഛനെ തിരക്കിയെത്തി. അദ്ദേഹം അച്ഛനോട് ചോദിച്ചു, അച്ഛാ, അച്ഛൻ പറഞ്ഞ ആ പ്രവൃത്തി ഞാൻ ചെയ്തു കഴിഞ്ഞു. ഞാൻ 3 തവണ ബൈബിൾ വായിച്ചു കഴിഞ്ഞു. അച്ഛൻ പറഞ്ഞതുപോലെയാണ്. ആദ്യം വായിച്ചപ്പോൾ ഒരുപാട് സംശയങ്ങൾ വന്നു. രണ്ടാമത് വായിച്ചപ്പോൾ ആദ്യം വായിച്ച സമയത്തുള്ള പല കാര്യത്തിൻ്റെ ഉത്തരങ്ങൾ ഇപ്പുറത്ത് കിടന്നത് ഓർമ്മയിൽ വന്നു. മൂന്നാമത് വായിച്ചപ്പോൾ ഒരുപാട് സംശയങ്ങൾക്ക് നിവാരണമുണ്ടായി. മാത്രമല്ല, എൻ്റെ വിശ്വാസത്തിന് ഒരുപാട് മാറ്റം സംഭവിച്ചു. എൻ്റെ ആത്മീയ ജീവിതത്തിന് വലിയൊരു മാറ്റം സംഭവിച്ചു. എനിക്ക് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടാകുന്നത് പോലെ തോന്നുന്നു തുടങ്ങി അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വർണ്ണിക്കാൻ തുടങ്ങി. വീണ്ടും കുറച്ച് നാളുകൂടെ ബൈബിൾ വായിച്ചിട്ട് ഈ മനുഷ്യൻ വീണ്ടും അച്ഛൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഇനി അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അച്ഛാ. എനിക്ക് ഇപ്പോഴാണ്
പല കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുമ്പോഴാണ് എനിക്ക് പണ്ട് കേട്ട ചില പ്രസംഗങ്ങളിലൂടെയൊക്കെ പരിചയപ്പെട്ട ചില വിശുദ്ധരെക്കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹം. അതുകൊണ്ട് അച്ഛൻ എനിക്ക് വിശുദ്ധരുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള വഴികൾ പറഞ്ഞു തരണം, അതിൻ്റെ പുസ്തകങ്ങൾ തരണം. അപ്പോൾ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പുസ്തകങ്ങൾ കൊടുത്തു. അതിനുശേഷം ഇദ്ദേഹത്തിന് ചില ബുക്ക് സ്റ്റോളുകൾ പരിചയപ്പെടുത്തി കൊടുത്തു. അവിടെയൊക്കെ പോയി അദ്ദേഹം വിശുദ്ധരുടെ പുസ്തകങ്ങൾ, ജീവചരിത്രങ്ങൾ ഇതൊക്കെ വാങ്ങി വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ച് അദ്ദേഹത്തിന് കത്തോലിക്കാ സഭയിലെ ഈശോയുടെ പ്രത്യേകമായ അനുഭവങ്ങളെക്കുറിച്ചും പഠനങ്ങളെക്കുറിച്ചുമൊക്കെ വലിയ ജ്ഞാനമുണ്ടായി. ഒരു സാധാരണ മനുഷ്യനാണ്, പക്ഷേ നിരന്തരമായ പുണ്യവായന. വിശുദ്ധരുടെ ജീവിതത്തെക്കുറിച്ചും സഭയിലെ അവൈലബിൾ ആയിട്ടുള്ള നിരവധി ആത്മീയ ഗ്രന്ഥങ്ങളുമൊക്കെ ഇങ്ങനെ വായിച്ച് നല്ല അറിവിലേക്ക് വരികയാണ്. ഒരു ദിവസം അച്ഛൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെറുതെ അവിചാരിതമായി ഒന്ന് സന്ദർശിക്കാൻ ചെന്നപ്പോൾ കാണുന്നൊരു കാഴ്ച, ബൈബിളിനോടൊപ്പം നിരവധിയായ വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ, പഠനങ്ങൾ തുടങ്ങിയ കത്തോലിക്കാ സഭയിലെ പ്രധാനപ്പെട്ട നിരവധി പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വച്ചിരിക്കുന്ന ഒരു പുസ്തക ഷെൽഫാണ്. അപ്പോൾ അദ്ദേഹം അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇതിലെ ഒരു പുസ്തകം പോലും ഞാൻ വായിക്കാതെയില്ല. മാത്രമല്ല, ഇതിലെ മിക്ക പുസ്തകങ്ങളും ഞാൻ ഒന്നിലധികം തവണ വായിച്ചു കഴിഞ്ഞു. ഭയങ്കര വായനാശീലമാണ്. അങ്ങനെ അദ്ദേഹം വായിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛന് ഭയങ്കര സന്തോഷമായി. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം അച്ഛാ? എനിക്ക് ബൈബിളിലെ ഓരോ പുസ്തകത്തെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം. അതാണ് അദ്ദേഹത്തിന് സ്വയം തോന്നുകയാണ്. ഇതൊക്കെ ദൈവാത്മാവിൻ്റെ ശക്തമായ പ്രചോദനമാണ്. ഇതദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ അച്ഛൻ ആ സമയത്താണ് നമ്മളുടെ പാംപ്ലാനി പിതാവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബൈബിളിൻ്റെ ആ ഒരു ഭാഷ്യം, ആ പഠന പുസ്തകങ്ങളുടെ ഒരു ആൽഫയുടെ ആ കുറേ വോള്യൂംസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ പുറത്തിറങ്ങിയത്. അപ്പോൾ ഈ സമയത്ത് അത് വളരെ ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അച്ഛൻ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു. പക്ഷേ ഇത് സാധു മനുഷ്യനാണ്, അദ്ദേഹത്തിന് അന്നേരം ആ വലിയൊരു എമൗണ്ട് എടുക്കാനുള്ള പൈസ ഇല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പെട്ടെന്ന് അത് കേട്ടെങ്കിലും അദ്ദേഹം അതിനെ ഒഴിവാക്കുന്നത് പോലെ അച്ഛനോട് സംസാരിച്ചു. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം അച്ഛൻ്റെ അടുത്ത് എത്തി. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ എന്ത് വില കൊടുത്തും എനിക്ക് ആ ബൈബിൾ ഭാഷ്യങ്ങൾ വേണം, എനിക്ക് വായിക്കണം, അതുകൊണ്ട് അച്ഛനത് വരുത്തി തരണം, എനിക്കത് എവിടെയാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞ തുക അദ്ദേഹം അച്ഛന് കൊടുത്തു. അച്ഛൻ്റെ മറ്റൊരു സുഹൃത്തായ അച്ഛൻ വഴി അവിടെ നിന്ന് പുസ്തകങ്ങൾ വരുത്തി ഈ മനുഷ്യന് കൊടുക്കുകയാണ്. പ്രിയമുള്ളവർ, ഈ മനുഷ്യൻ ആ പുസ്തകങ്ങൾ മുഴുവൻ ഏതാനും ആഴ്ചകൾ കൊണ്ട്, കുറച്ച് മാസങ്ങൾ കൊണ്ട് അത് മുഴുവൻ വായിച്ചു തീർന്നു. രാവും പകലും ഇരുന്ന് വായിച്ച് അദ്ദേഹം അത് മുഴുവൻ വായിച്ചു തീർന്നു. അങ്ങനെ ഒരു വലിയ പണ്ഡിതനായി ഈ സാധാരണ മനുഷ്യൻ മാറുകയാണ്. അച്ഛൻ പറഞ്ഞ, അച്ഛൻ പോരുന്നതിന് മുൻപ് അച്ഛൻ അവിടെ ഉണ്ടായിരുന്ന യുവജനങ്ങൾക്ക് വിശ്വാസത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുവാൻ വേണ്ടി 1 മണിക്കൂർ അദ്ദേഹത്തിന് കൊടുത്തു. പക്ഷേ അദ്ദേഹം ആ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് അച്ഛൻ അവിടെ നിന്ന് പോയി. പക്ഷേ പിന്നീട് അറിഞ്ഞ വിവരം, യുവജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അതിശക്തമായി കർത്താവിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു എന്നാണ്. പ്രിയമുള്ളവരെ, ഒരു നാട്ടുംപുറത്തെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ബൈബിൾ വായിച്ചപ്പോഴുണ്ടായ വലിയൊരു വ്യത്യാസം. മറ്റൊരു സംഭവം കൂടെ അദ്ദേഹം പറയാം. അച്ഛനൊരിക്കൽ വേറൊരു സ്ഥലത്ത് കൂടെ പോകുമ്പോൾ ഈ മനുഷ്യൻ അവിടെ ഒരു വീടിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അച്ഛൻ വളരെ രഹസ്യമാണ്. കാരണം ആ വീട്ടിലൊരു രോഗിയുണ്ട്. ഈ രോഗിയെക്കുറിച്ച് ഇദ്ദേഹം അറിഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം, ആ ഒരു പാവപ്പെട്ട രോഗിയാണ്, അപ്പോൾ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ആ രോഗിക്ക് കൊടുക്കാൻ വേണ്ടി വളരെ രഹസ്യമായി ആരും അറിയാതെ വന്ന് നിൽക്കുകയാണ്. അച്ഛൻ ചോദിച്ചത് കൊണ്ട് അദ്ദേഹം സത്യം പറഞ്ഞു. ഇങ്ങനെ ആരും അറിയാതെ പുണ്യപ്രവർത്തികൾ വരെ ചെയ്യാൻ തുടങ്ങിയ ഒരു വലിയ മാറ്റം ഈ മനുഷ്യനിൽ ഉണ്ടായി എന്ന് അച്ഛൻ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഇതുപോലുള്ള നിരവധി അനുഭവങ്ങൾ കേട്ടിട്ടുള്ള എനിക്കത് പൂർണ്ണമായും വിശ്വസിക്കാൻ തന്നെയാണ് തോന്നിയത്. ഈ അടുത്ത് തന്നെ ഞാൻ അദ്ദേഹത്തെ കാണാൻ പരിശ്രമിക്കുകയാണ്. ദുബായിൽ ജീവിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നത്, ദുബായിലെ കരിസ്മാറ്റിക് നവീകരണ മേഖലയിലെ അതിശക്തന്മാരായ മനുഷ്യരുമായി പരിചയപ്പെടാൻ ഇടവന്നപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിച്ച, ആധ്യാത്മിക മേഖലയെ മാറ്റിമറിച്ച അനുഭവങ്ങൾ അവർ പറയുമ്പോൾ ഞാൻ അറിഞ്ഞൊരു കാര്യം, ബൈബിൾ വായന, നിരന്തരമായ ദൈവവചന പാരായണമാണ് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയത്. നിരവധി പേരുടെ അനുഭവങ്ങളാണ്. സാധാരണക്കാരാണ്, വലിയ ശുശ്രൂഷകരാകുക എന്ന ഉദ്ദേശത്തോടെ അല്ല ഇവരിതൊന്നും ചെയ്യുന്നത്. ഇവരിതൊക്കെ ചെയ്യുന്നത് കർത്താവിനെ അറിയുക, ആത്മീയമായി വളരുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. നിരവധി തവണ ബൈബിൾ വായിച്ചു കഴിഞ്ഞ ആളുകളുണ്ട്. ബൈബിൾ വായന ഒരു സാധനയാക്കി മാറ്റിയവരുണ്ട്. ആ
ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ പലയിടത്തും ചില പ്രത്യേക ഘട്ടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് വലിയ ധ്യാനങ്ങളൊക്കെ നടക്കുമ്പോൾ അവർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് വളരെ രസകരമാണ്. ഒരു സ്ഥലത്ത് നിരന്തരമായ ജപമാല പ്രാർത്ഥന നടക്കും, മറ്റൊരു സ്ഥലത്ത് അവിടെ മുടങ്ങാതെ അഖണ്ഡ ജപമാലയാണ്. അതിങ്ങനെ ആളുകൾ കൂട്ടമായിട്ട് വന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഓരോ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്ന് ആളുകൾ വന്ന് പൊയ്ക്കൊണ്ടിരിക്കും. മറ്റൊരു സ്ഥലത്ത് നിരന്തരമായ ബൈബിൾ പാരായണം. ഞാനും ചില സന്ദർഭങ്ങളിൽ പോയിരുന്ന് അവരുടെ കൂടെ ഇരുന്ന് അധ്യായങ്ങൾ വായിച്ചു. ചില പ്രാർത്ഥനാ ഗ്രൂപ്പുകൾക്ക് ഓരോ ദിവസങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആളുകളിങ്ങനെ ചിലർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാരായണം കേൾക്കാൻ വേണ്ടി വന്നിരിക്കും, ചിലർ രാത്രി മുഴുവൻ വന്നിരിക്കും. ഇങ്ങനെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ബൈബിൾ മുഴുവൻ വായിച്ചു തീർക്കുക, ഇങ്ങനെയുള്ള യജ്ഞങ്ങൾ നടത്തുന്ന മനുഷ്യരെയൊക്കെ കാണുവാനായിട്ട് ഇടവന്നിട്ടുണ്ട്. ഇന്ന് തന്നെ നമുക്കറിയാം, വലിയൊരു ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയ ഒരു വിപ്ലവമാണ് നമ്മുടെ ലോഗോസ് ബൈബിൾ ക്വിസ്. പ്രിയമുള്ളവർ, ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ എന്നിട്ടും ദൈവവചനം പാരായണം ചെയ്യുവാൻ തുടക്കമിടാത്ത, അല്ലെങ്കിൽ പണ്ടൊക്കെ കുറച്ച് നിർത്തിയതിന് ശേഷം അത് നിർത്തിക്കളഞ്ഞ ആരെങ്കിലുമൊക്കെ എന്നെ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവം വായിക്കുവാനായി നൽകിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. നമുക്കറിയാം, ഈ ലോകത്ത് യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കുന്നതിന് മുമ്പ്, സ്കൂളുകളും കോളേജുകളും തുടങ്ങുന്നതിന് മുമ്പ് നമ്മളുടെ മക്കളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ദൈവം നമുക്ക് തന്ന പുസ്തകമാണ്. അത് നമ്മൾ പോലും വായിച്ചിട്ടില്ല ഒരു തവണ എന്ന് പറഞ്ഞാൽ എത്രയോ വളരെ സങ്കടകരമായൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് പ്രധാനമായും ചെയ്യേണ്ട പുണ്യപ്രവൃത്തികളിൽ ഒന്നാണ് ദൈവവചന വായന. ബഹുമാനപ്പെട്ട ഡൊമിനിക് വാളമനാൽ അച്ഛൻ്റെ യൂട്യൂബിൽ പ്രചരിക്കുന്ന ഒരു നല്ല വീഡിയോകളിൽ ഒരെണ്ണം, അച്ഛൻ അനേകം ദൈവവചനങ്ങൾ കാണാതെ പഠിച്ച അച്ഛൻ്റെ ഒരു അനുഭവമാണ്. അതിനോടനുബന്ധിച്ച് മറ്റൊരു കാര്യം അച്ഛൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർമ്മിക്കുന്നു. 3 വർഷത്തോളം ദൈവവചനം പഠിക്കുവാൻ വേണ്ടി 3 വർഷത്തോളം ഉപവാസത്തോടെ, മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഉപവാസത്തോടു കൂടി 3 വർഷം ചെലവഴിച്ചിട്ടുണ്ട്. ദൈവവചനം വായിക്കുക, ഉപവസിക്കുക, വായിക്കുക, 3 വർഷം തുടർച്ചയായി. അതൊക്കെ വലിയ ഒരു പ്രചോദനാത്മകമായ ഒരു പ്രവൃത്തിയാണ്. എനിക്ക് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് പറയാനുള്ളത്, ദൈവവചനത്തിന് നമ്മളെ സ്വാധീനിക്കാനാകും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ സ്കൂളുകളിൽ, നമ്മളുടെ മക്കൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ എല്ലായിടത്തും പ്രത്യേകം ആളുകൾ ഏർപ്പാട് ചെയ്ത് നടത്തുന്ന മോട്ടിവേഷണൽ ക്ലാസ്സുകളുണ്ട്. ഒരു ദിവസത്തെ ക്ലാസ്, 1 മണിക്കൂർ നേരത്തെ ക്ലാസ്. നിങ്ങൾക്കറിയാമായിരിക്കും, ഗൂഗിൾ, അതുപോലെ തന്നെ യൂട്യൂബ്, ഗൂഗിളിൻ്റെ ഫേസ്ബുക്ക്, അങ്ങനെയുള്ള ഓരോ കമ്പനികൾ, ഈ ലോകത്തിലുള്ള വ്യത്യസ്തമായ UN-ൻ്റെയൊക്കെ സംഘടനകൾ, ഇവരൊക്കെയും മോട്ടിവേഷണൽ ക്ലാസ്സുകൾ നടത്തും. എന്താണ് മോട്ടിവേഷണൽ ക്ലാസ്? ഏതെങ്കിലും ഒരു സക്സസ്ഫുള്ളായ മനുഷ്യൻ വന്നു നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ മനുഷ്യരുടെ ജീവിതം ഇങ്ങനെ പോയാൽ ഇങ്ങനെയാകുമെന്നൊക്കെ പറയുന്നതാണ് മോട്ടിവേഷണൽ ക്ലാസ്. എന്തുകൊണ്ടാണ് കമ്പനികൾ ലക്ഷങ്ങളും വലിയ ദശലക്ഷങ്ങളുമൊക്കെ മുടക്കി ഇങ്ങനെയുള്ള ഒരു മോട്ടിവേഷണൽ സെഷൻ വയ്ക്കുന്നത്? എന്തുകൊണ്ടാണ് സ്കൂളുകളിൽ ഇത് നടത്തുന്നത്? ആളുകൾ വിശ്വസിക്കുന്നത്, ജീവിതത്തിൽ വിജയം വരിച്ച വ്യക്തികളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ആ വാക്കുകൾ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമെന്നാണ്. അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ അത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമെന്നാണ്. അതവർക്ക് തെളിവുള്ളത് കൊണ്ടാണ് അവർ വീണ്ടും മോട്ടിവേഷണൽ ക്ലാസ്സുകൾ നടത്തുന്നത്. മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന് ഈ ലോകത്തിൽ വലിയ ഡിമാൻഡുള്ളത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുള്ളായ വ്യക്തി ആരാണ്? ദൈവം തന്നെയാണ്. ദൈവം തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുള്ളായ, ശൂന്യതയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച, നമ്മളുടെ മനുഷ്യ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും സൃഷ്ടിച്ച, നമ്മുടെ ആത്മാവിനെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതിനെയും സൃഷ്ടിച്ച മനുഷ്യനായി അവതരിച്ചുകൊണ്ട്, ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട്, ഈ ലോകത്തിൽ ഏറ്റവും അധികം ആളുകളെ സ്വാധീനിച്ച, ഇന്നും ഏറ്റവും അധികം ആളുകളുടെ ആരാധ്യ പുരുഷനായിരിക്കുന്ന യേശു ക്രിസ്തു തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുള്ളായ മനുഷ്യൻ. കേവലം ഒരു സാധാരണക്കാരനായി ഒരു കാലിത്തൊഴുത്തിൽ ജനിച്ചുകൊണ്ട്, സാധാരണക്കാരുടെ മകനായിരുന്നു കൊണ്ട്, സാധാരണക്കാരെ മാത്രം സുഹൃത്തുക്കളായി സ്വീകരിച്ചുകൊണ്ട്, ഒരു കുഞ്ഞു ദേശത്ത് മാത്രം കറങ്ങി നടന്നുകൊണ്ട്, പുറത്തേക്കെങ്ങും പോകാതെ ഏറ്റവും ഹീനമായ ഒരു മരണത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിച്ച യേശു
ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും അധികം വ്യക്തികളുടെ ആരാധ്യ പുരുഷനായി മാറിയെങ്കിൽ, ആരാധിക്കപ്പെടുന്ന ഒരുവനായി മാറിയെങ്കിൽ അവനാണ് ഈ ലോകത്തിൽ ഏറ്റവും വിജയമായ മനുഷ്യൻ. നിങ്ങളുടെ കൈകളിൽ ബൈബിൾ എടുത്ത് പിടിച്ചിട്ട് നിങ്ങളോട് തന്നെ ഇങ്ങനെ പറയണം. മോട്ടിവേഷണൽ ക്ലാസ്സുകളുടെ പുറകിൽ പോകുന്നവരും മോട്ടിവേഷണൽ ക്ലാസ്സുകളിലൂടെ മാറ്റമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരുമായ നിങ്ങൾ ബൈബിൾ കൈകളിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പറയണം: ഈ ലോകത്തിൽ ഏറ്റവും അധികം അച്ചടിക്കപ്പെട്ട പുസ്തകമാണ് എൻ്റെ കൈകളിലിരിക്കുന്നത്. ഈ ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ വായിച്ച പുസ്തകമാണ് എൻ്റെ കൈകളിലിരിക്കുന്നത്. ഈ ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ ഈ പുസ്തകത്തിൽ പറയുന്ന എൻ്റെ ദൈവവും കർത്താവുമായ യേശുവിനെക്കുറിച്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഈ ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ ഞാൻ കാണുന്ന എൻ്റെ കർത്താവിനെക്കുറിച്ച് കീർത്തനങ്ങൾ പാടിയിട്ടുണ്ട്. യേശുവിനെക്കുറിച്ച് പാടിയിട്ടുള്ള പാട്ടുകളുടെ എണ്ണം വർണ്ണിക്കാനാവുന്നതിലും അപ്പുറമാണ്. യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുള്ള പ്രസംഗങ്ങളുടെ എണ്ണം വർണ്ണിക്കാവുന്നതിലും അപ്പുറമാണ്. ഈ ലോകത്തിൽ കോടാനുകോടി മനുഷ്യരെയും ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ളവരെയും സ്വാധീനിച്ചിട്ടുള്ളവനായ യേശുവിനെക്കുറിച്ചാണ് ഈ പുസ്തകം പറയുന്നത്. ഇതിൽ മുഴുവൻ അവൻ എന്നോട് പറയുന്ന വാക്കുകളാണ്. ഇതിൽ ഓരോ കാര്യവും യേശു എൻ്റെ വിജയത്തിനായി, എൻ്റെ ജീവിതത്തിൻ്റെ മാറ്റത്തിനായി, പരിവർത്തനത്തിനായി പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ്. ഈ വാക്കുകൾക്ക് എന്നെ സ്വാധീനിക്കാൻ കഴിയും. കാരണം ഞാൻ വിശ്വസിക്കുന്നത് യേശു തൻ്റെ വചനം കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചു എന്നാണ്. ദൈവം തൻ്റെ വചനം കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച വചനമായ യേശുവിനെയാണ് ഞാൻ ഈ പുസ്തകത്തിൽ പരിചയപ്പെടുന്നത്. കർത്താവിൻ്റെ വചനം ഇതിൽ പറയുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു. 63-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്: ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരമൊന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ! കർത്താവിൻ്റെ വചനമാണ്. വീണ്ടും കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 15-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിലൂടെ ഇങ്ങനെ പറയാം: ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. അവൻ നമ്മളോട് പറഞ്ഞ വചനം നിമിത്തം എന്ത് സംഭവിക്കും? നമുക്ക് ശുദ്ധീകരണം സംഭവിക്കും. ഈ വചനമാണ് എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് ബൈബിൾ എടുത്തു വെച്ചിട്ട് നിങ്ങൾ പറയണം. ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യനേക്കാളും, ഏതൊരു മനുഷ്യൻ്റെ വാക്കുകളെക്കാളും അവന് സംസാരശേഷി നൽകിയ യേശുവിൻ്റെ വാക്കുകൾക്കാണ് എന്നെ സ്വാധീനിക്കാനാവുക എന്ന് പറയണം. ഈ വാക്കുകൾക്കെതിരെ ചിലരെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ വാക്കുകളോ അവരോ പോലും ഇന്ന് മനുഷ്യരുടെ ഓർമ്മയിലില്ല. എന്നാൽ ഈ വാക്കുകൾക്ക് എന്നെ സ്വാധീനിക്കാനാകുമെന്ന് തന്നോട് തന്നെ പറയണം. പ്രിയമുള്ളവരെ, അതിനുശേഷം ഈ പുസ്തകത്തെക്കുറിച്ച് അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം പറയണം: ഈ പുസ്തകമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി. കാരണം ഈ ലോകത്തിൽ ഏറ്റവും അധികം ആളുകളെ സ്വാധീനിച്ച, മാറ്റിമറിച്ച, അനേകം പാപികളുടെ ജീവിതത്തെ മാറ്റിമറിച്ച, അനേകം ആശ്രയമില്ലാത്തവരുടെ ജീവിതത്തിൽ ആശ്രയമായി തീർന്ന ദൈവത്തിൻ്റെ വചനം എൻ്റെ കൈകളിലിരിക്കുമ്പോൾ, ഈ വചനമെടുത്ത് ഞാൻ ഇന്ന് തൊട്ട് വായിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതം മറിയാൻ പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിലെ ഓരോ വചനങ്ങളും വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ പറയണം, നിങ്ങളുടെ ഉള്ളിൽ തന്നെ വിശ്വസിക്കണം. ശൂന്യതയെ നോക്കിക്കൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയ അതേ വചനമാണ് ഞാനിപ്പോൾ കേൾക്കുന്നത്. ഈ വചനം എൻ്റെ ജീവിതത്തിലെ ശൂന്യതകളിലേക്ക് സംസാരിക്കുന്ന സമയമാണിത്. പ്രിയമുള്ളവരെ, ഞാൻ കണ്ടെടുത്തോളം, ഞാൻ കേട്ടെടുത്തോളം അനുഭവ സാക്ഷ്യങ്ങൾ വെച്ച് പറയുമ്പോൾ ദൈവവചനം പാരായണം ചെയ്യാൻ തുടങ്ങിയ വ്യക്തികളുടെ ജീവിതത്തിൽ, അത് പാരായണം ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ക്രിസ്തുവിൻ്റെ പ്രകാശം പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിശ്ചയമായും പറയുവാൻ സാധിക്കും, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കർത്താവിൻ്റെ വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ ഹൃദയത്തിൽ വന്നിട്ടുള്ള ചേഞ്ച്. പ്രിയമുള്ളവരെ, ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൊരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ചെറുപ്പക്കാരായ ഒരു സംഘം കുട്ടികളെ ആത്മീയ പരിശീലനം കൊടുക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഒരു 7-8 വർഷമായി ആത്മീയ കാര്യങ്ങൾ ചെയ്യാൻ പരിശ്രമിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരിക്കൽ പോലും ഒരു സാധാരണ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചിട്ടില്ലാത്തൊരു ചെറുപ്പക്കാരനാണ്. ഞാൻ വെറുതെ ഈ കുട്ടികളെ ഒന്ന് ചലഞ്ച് ചെയ്തു. ഞാൻ ഈ കുട്ടികളെ 100 ദൈവിക വചനങ്ങൾ കാണാതെ പഠിപ്പിച്ചു. 100 ദൈവിക വചനങ്ങൾ ഏതാനും ദിവസങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിച്ചു. ഈ കുട്ടികൾ 100 ദൈവവചനങ്ങൾ കാണാതെ പഠിച്ചപ്പോൾ ഇതിനകത്ത് ഒരിക്കൽ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് 2 വാക്ക് പറഞ്ഞിട്ടില്ലാത്ത ഈ ചെറുപ്പക്കാരൻ്റെ മേൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി വ്യാപരിച്ചു. നാളുകൾക്ക് ശേഷം പ്രിയമുള്ളവരെ, ഈ ഒരു പ്രവൃത്തി ചെയ്തതിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു മാറ്റം, അവൻ ആളുകളോട് യേശുവിനെക്കുറിച്ച് പറയുവാൻ പ്രാപ്തിയുള്ള, പ്രാർത്ഥനകൾ നയിക്കുവാൻ പ്രാപ്തിയുള്ള, ആരാധിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയായി തീർന്നു എന്നുള്ളതാണ്. ഇതൊരു ചെറിയ വ്യക്തിയിൽ കണ്ടൊരു മാറ്റമാണ് ഞാൻ പറയുന്നത്. അത് ഭയം കൊണ്ട്, മനുഷ്യരെ പേടിച്ച്, അപകർഷതാബോധം കൊണ്ട് വാക്കുകൾ പറയാനാവാതെ, സംസാരിക്കാനാവാതിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ 100 വാക്കുകൾ കടന്നു ചെന്നപ്പോൾ ഉണ്ടായ വ്യത്യാസം നമുക്കറിയാമല്ലോ. സാധാരണ ചില ചെറുപ്പക്കാരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എബ്രഹാം ലിങ്കൻ പറഞ്ഞ വാക്കുകൾ, ഇതാ
നെപ്പോളിയൻ പറഞ്ഞ വാക്കുകൾ, ഇങ്ങനെ എത്രയൊക്കെ വാക്കുകൾ നമ്മൾ പറയുന്നു, നമ്മുടെ പ്രസംഗങ്ങളിൽ എന്തെല്ലാം നമ്മൾ ചേർക്കുന്നു. എന്നാൽ ഇതാ സാക്ഷാൽ ദൈവം പറഞ്ഞ വാക്കുകൾ, ദൈവം പറഞ്ഞ ഈ ശക്തിയുള്ള വാക്കുകൾ നമ്മളുടെ മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ദൈവം പറഞ്ഞ വിജയത്തിൻ്റെ വാക്കുകൾ നമ്മളുടെ മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആ വാക്കുകൾ നമ്മളുടെ മക്കളുടെ ജീവിതത്തിൽ വരുത്താൻ പോകുന്ന സ്വാധീനത്തെക്കുറിച്ച് ഒന്ന് തിരിച്ചറിയണം പ്രിയമുള്ളവരെ. അങ്ങനെ ഒന്ന് പരിശ്രമിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന ഒരു പുസ്തകം, തലമുറകളായി ഈ പുസ്തകം നമ്മളുടെ കയ്യിൽ വരുന്നതിന് മുമ്പ് ഇതേ പുസ്തകം, ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകമല്ല, ദൈവവചനം എന്ന് പറയുന്ന ബൈബിൾ എന്ന് പറയുന്ന ഈ പുസ്തകം കോടിക്കണക്കിന് മനുഷ്യർ വായിച്ചിട്ടുള്ളതാണ്. നമ്മളുടെ വിശുദ്ധനായ അന്തോനീസ് വായിച്ച അതേ പുസ്തകമാണ്. നമ്മളുടെ വിശുദ്ധനായ ഡൊമിനിക് സാവിയോ വായിച്ച അതേ പുസ്തകമാണ്. നമ്മളുടെ വിശുദ്ധനായ വിൻസെൻ്റ് ഇപ്പോൾ വായിച്ച അതേ പുസ്തകമാണ്. ഡോൺ ബോസ്കോ വായിച്ച അതേ പുസ്തകമാണ്. അമ്മ ത്രേസ്യ വായിച്ച അതേ പുസ്തകമാണ്. കൊച്ചു ത്രേസ്യ വായിച്ച അതേ പുസ്തകമാണ്. ഇവരെല്ലാവരും വായിച്ച പുസ്തകമാണ്. വിശുദ്ധരെല്ലാം ആർത്തിയോടെ വായിച്ച പുസ്തകമാണ്. അനേകരെ മാനസാന്തരപ്പെടുത്തുവാൻ കരുത്തുണ്ടായിരുന്ന സെയിൻറ്റ് പാട്രിക് വായിച്ച അതേ പുസ്തകമാണ്. പ്രിയമുള്ളവരെ, ഇവരെല്ലാവരും വായിക്കുകയും വിശ്വസിക്കുകയും ആശ്ലേഷിക്കുകയും ചെയ്ത പുസ്തകമാണ്. ഇവരെല്ലാവരും ഈ പുസ്തകത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഈ പുസ്തകത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതേ പുസ്തകമാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് പുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ സാധാരണ ചില ശരാശരി മലയാളികളിൽ കാണുന്ന ഒരു പ്രത്യേകത അത് നമുക്കുണ്ടാകരുത്. ചിലർ വിമർശിക്കുവാൻ വേണ്ടി ഈ പുസ്തകം വായിക്കാൻ തുടങ്ങും. വായിക്കണമെന്ന ആഗ്രഹം കൊണ്ട് വരുന്നതാണ്. പക്ഷെ വായിച്ചു തുടങ്ങുമ്പോൾ ഒരു വിമർശന ബുദ്ധിയോടുകൂടി അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം വിമർശന ബുദ്ധിയോടുകൂടി ഒന്നും വായിക്കരുതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നിങ്ങൾ ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ബൈബിൾ വായിക്കുമ്പോൾ വിമർശന ബുദ്ധി ഉണ്ടാവാതിരിക്കുക. അതിന് ഒരു സാധാരണ ലോജിക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത്രയും കോടാനുകോടി ആളുകളെ സ്വാധീനിക്കുകയും ഇത്രയും വലിയ മഹാന്മാരും വിശുദ്ധരുമായിട്ടുള്ള മനുഷ്യരെ മാറ്റിമറിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന്, മദർ തെരേസയെ പോലെ ആ 10,000-ങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ള അനേക വ്യക്തികൾ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ പോലെ അനേക വ്യക്തികൾ ആശ്ലേഷിച്ച, വിശ്വസിച്ച, കണ്ണുമടച്ച് ഫോളോ ചെയ്ത ഈ പുസ്തകത്തെ ചോദ്യം ചെയ്ത് തൊപ്പിക്കാനും മാത്രം ഞാനെന്ന സാധാരണ വ്യക്തി വളർന്നിട്ടുണ്ടോ എന്ന് എളിമയോടെ ഒന്ന് ചിന്തിച്ചാൽ മതി. എന്നാൽ ഈ പുസ്തകം എന്നോട് എന്താണ് പറയുന്നതെന്ന് അറിയാൻ അങ്ങനെ ഒരു ആഗ്രഹത്തിൽ ഈ പുസ്തകത്തിലൂടെ ദൈവം എന്നോട് പറയുന്ന കാര്യങ്ങൾ, ഈ ബൈബിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആദ്യം തൊട്ട് വായിക്കുമ്പോൾ എന്നോട് സംസാരിക്കുന്നത് പോലെ തോന്നുകയും അവസാനം വരെ അത് തുടരുകയും ചെയ്യുന്ന ഒരേ ഒരു പുസ്തകമാണ്. നമ്മളോട് സംസാരിക്കുന്ന, നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന മനോഹരമായ പുസ്തകമാണ്. അതുകൊണ്ട് എന്നോട് ഈ പുസ്തകത്തിലൂടെ ദൈവം എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടി അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി ഒന്ന് വായിച്ചു നോക്കാമോ? അങ്ങനെ വായിച്ചു തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വലിയ അത്ഭുത പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് കാണുവാനായിട്ട് സാധിക്കും. യേശു 2000 വർഷം മുമ്പ് ഇസ്രയേലിലൂടെ നടന്നു പോയപ്പോൾ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന സകല പ്രതിസന്ധികളുടെ മേലും കർത്താവിൻ്റെ വലിയ ശക്തി വ്യാപരിച്ചു. കുഷ്ഠരോഗികൾ അവിടെ വെച്ച് സുഖമാക്കപ്പെട്ടു. കാലുകൊണ്ട് നടക്കാൻ വയ്യാത്ത മുടന്തർ കർത്താവിൻ്റെ വലിയ അത്ഭുതകരമായ ശക്തിയാൽ നടക്കുവാൻ തുടങ്ങി. കണ്ണ് കാണാത്തവർക്ക് കാഴ്ച ലഭിച്ചു. കാത് കേൾക്കാത്തവർക്ക് കേൾവി ലഭിച്ചു. യേശു പറയുകയാണ്, ഞാൻ തന്നെയാണ് വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, അവൻ ദൈവമായിരുന്നു, ദൈവത്തോട് കൂടെയായിരുന്നു. പ്രിയമുള്ളവരെ, ആ വചനമാണ് നീ വായിക്കുന്നതെങ്കിൽ അതേ യേശുവിനെയാണ് നീ അറിയുന്നത്, നീ തൊട്ടറിയുന്നത്. നീ ആ വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും വായിച്ച് കേൾക്കുമ്പോൾ നീ കണ്ണടച്ചാൽ നീ കേൾക്കുന്നത് യേശുവിൻ്റെ ശബ്ദമാണ്. നീ നിൻ്റെ വാഗൊണ്ട് വായിച്ചാലും നീ കേൾക്കുന്നത് യേശുവിൻ്റെ ശബ്ദമാണ്. യേശു അപ്പോൾ ആ മുറിയിൽ നിന്നോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് 2000 വർഷം മുമ്പ് ക്രിസ്തു ഇസ്രയേലിലൂടെ കടന്നുപോയ അതേ പ്രകാശം നിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന സമയമാണ്. നിൻ്റെ രോഗങ്ങൾ കീഴടക്കപ്പെടുകയും നിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കപ്പെടുകയും നീ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ്. അതുകൊണ്ട് അതിനെ നിസ്സാരമായി കാണരുത്. ഏറ്റവും പരിശുദ്ധിയോടെ, ഏറ്റവും അഭിഷേകത്തോടെ വചനം കൈകളിലെടുത്ത് വായിച്ചു തുടങ്ങുക. നിൻ്റെ ജീവിതം പൂർണ്ണമായി മാറുന്ന വലിയ അത്ഭുതത്തിന് നീയും നിൻ്റെ വീട്ടിലുള്ളവരും നിൻ്റെ സുഹൃത്തുക്കളും സാക്ഷിയാകട്ടെ. കർത്താവിൻ്റെ വചനം നിന്നെ രൂപാന്തരപ്പെടുത്തട്ടെ, എന്നെയും രൂപാന്തരപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ സമയം ലോകം മുഴുവനുമുള്ള ഷാലോം പ്രേക്ഷകരോട് ചേർന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സകലർക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇത് ഓൺലൈനിലൂടെ കാണുവാനിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നിമിഷം ഞങ്ങളിൽ എല്ലാവരിലും വചനം വായിക്കുവാനുള്ള ശക്തമായ അഭിഷേകം വന്ന് നിറയുവാൻ ഇപ്പോൾ ഇടവരണമേ. ദൈവമേ, വചനം ആഴത്തിൽ വായിച്ച് അറിഞ്ഞ് കർത്താവെ, അങ്ങയുടെ വലിയ ശക്തിയും പ്രകാശവും കൊണ്ട് ഞങ്ങൾ നിറയുവാൻ ഇടവരുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.